നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ പൂർണ്ണം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ നേതൃത്വം നൽകുന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. കോതമംഗലം രൂപത ഏഞ്ചൽസ് മീറ്റ് കോതമംഗലത്ത് നടന്നു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ സന്ദേശം നൽകി. പന്നൂർ നവജ്യോതി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. അടിമാലിയിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരണമടഞ്ഞു. വാർത്തകൾ വിശദമായി. പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ പൂർണ്ണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണ നൽകിയതിനാൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഭാഗികമായി നിരത്തിലിറങ്ങി. KP ശശികല ടീച്ചർ നേതൃത്വം നൽകുന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത്. തുടർന്ന് ചേർന്ന യോഗത്തിൽ KP ശശികല ടീച്ചർ പ്രസംഗിച്ചു. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. ബന്ധിച്ചുകൊണ്ടുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റാലി ഈ വാഹനത്തിന്റെ പിന്നിലായി ഇതുവഴി കടന്നു വരികയാണ്. ടീച്ചർ നയിക്കുന്ന സാമൂഹ്യ നീതി ജാഥയോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഇരുചക്ര വാഹനങ്ങളുടെ വിളംബര ജാഥ ഈ വാഹനത്തിന്റെ പിന്നിലായി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുക. വിവേചനം അവസാനിപ്പിക്കുക. ഹിന്ദു ഏകതാ സമ്മേളനം തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് KP ശശികല ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗങ്ങളുടെയും മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സംവരണ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ ഒരുമിച്ച് ചേർന്ന സാമൂഹ്യ നീതി സംഗമങ്ങൾ നടത്തുന്നു. അവിടെ ആ ജില്ലയുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സമർപ്പിച്ച് ഇതിന് ന്യായമായ വിധത്തിൽ ഒരു പരിഹാരം കാണാനുള്ളൊരു ശ്രമമാണ് ഈ യാത്രയിലൂടെ ഹിന്ദു ഐക്യവേദിയും സാമൂഹ്യ നീതി കർമ്മസമിതിയും ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഇതിൽ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായും 3-4 വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സമാജത്തിന്റെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായ പട്ടികജാതി പട്ടികവർഗക്കാർ കോതമംഗലം രൂപത ഏഞ്ചൽസ് മീറ്റ് കോതമംഗലത്ത് നടന്നു. രൂപതയിൽ നിന്നും ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമമാണ് നടന്നത്. മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് ഏഞ്ചൽസ് മീറ്റ് സംഘടിപ്പിച്ചത്. തൂവെള്ള വസ്ത്രധാരികളായ 2000-ഓളം കുട്ടികൾ പങ്കെടുത്തു. ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ചവരായിരുന്നു ഇവർ. സെന്റ് ജോർജ് കത്തീഡ്രലിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെയാണ് ഏഞ്ചൽസ് മീറ്റിന് തുടക്കമായത്. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്, മോൺസിഞ്ഞോർ തോമസ് മലയക്കുടി, കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ തോമസ് പെരിയപുറം തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു.
മാർ പുന്നക്കോട്ടിൽ സന്ദേശവും നൽകി. ഒരിക്കലും മരിക്കില്ലാത്ത ഒരാളേ ഉള്ളൂ ദൈവം. ഒരിക്കലും മരിക്കില്ലാത്ത ജീവൻ ഒരാളേ ഉള്ളൂ ദൈവത്തിന്. ദൈവത്തിന് തൻ്റെ ജീവനിൽ നമ്മളെ പങ്കുചേർക്കാൻ പറ്റിയാൽ, നമുക്ക് ദൈവിക ജീവിതത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചാൽ നിത്യം ജീവിക്കാനായിട്ട് പറ്റും. 10,000 കോടി വർഷമുണ്ട്, അതിലപ്പുറം നിത്യം ദൈവത്തെ പോലെ നിത്യം ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ജീവനിൽ നമുക്ക് പങ്കുചേരാനായിട്ട് പറ്റണം. ഈശോ അതിനുള്ള മാർഗമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. തന്നെ ഈ ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഇത് സ്കൂൾ വിപണിയിലും വില വർധനവിന് കാരണമായി. പ്ലാസ്റ്റിക് ഗ്രാനുൾസ് നിർമ്മാണ കമ്പനികൾ നിയന്ത്രണമില്ലാതെ വില വർദ്ധിപ്പിക്കുന്നത് മൂലമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത്. നിലവിലെ വിലയിൽ നിന്നും 25% വർധന ഉണ്ടാകുമെന്നാണ് സൂചന. ബക്കറ്റ്, ബേസിൻ, ബ്രഷുകൾ, ചെരുപ്പ് തുടങ്ങി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർധനവുണ്ടാകും. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഗ്രാനുൾസിന്റെ വിലയിൽ 30% വർധനവാണ് ഉണ്ടായത്. റിലയൻസ്, ഹാൽഡിയ തുടങ്ങിയ കമ്പനികളാണ് ഗ്രാനുൾസ് നിർമ്മാണ മേഖലയിലെ പ്രമുഖർ. റിലയൻസ് മാസത്തിൽ ഒരു തവണ വില വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ ആരോപണം. പന്നൂർ നവജ്യോതി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമങ്ങൾ നേരിട്ട് കാണാവുന്നതും കേൾക്കാവുന്നതും ആസ്വദിക്കാവുന്നതായ മാധ്യമങ്ങൾ അത് നമ്മളെ ഇക്കിളി കൂട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കാണാനും കേൾക്കാനും നമുക്ക് ഏറെ സഹായമാണ്. കേരളത്തിലുള്ള ഇതുപോലുള്ള ഗ്രന്ഥശാലകളെ ഈ പ്രസ്ഥാനം വളർന്നത് എങ്ങനെയാണെന്ന് ഒരു വാക്യം പറയാതിരിക്കാൻ. 1829 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരത്ത് ഒരു വായനശാല രൂപം കൊടുത്തു. ലൈബ്രറി പ്രസിഡന്റ് ജോസ് മാറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജോസഫ് മൂലശ്ശേരി, PM ജോർജ്, AP വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെഡറൽ ബാങ്ക് ആശ്വാസ് കൗൺസിലർ K ശ്രീകുമാർ സെമിനാർ നയിച്ചു. പ്രകൃതി സൗഹൃദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മാജിക്കിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് വനം വന്യജീവി മന്ത്രി ഗണേഷ് കുമാർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടുമായി ചർച്ച ചെയ്തു. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുവാൻ മുതുകാടിനോട് മന്ത്രി അഭ്യർത്ഥിച്ചു. മുതുകാടിന്റെ ശിഷ്യനായ അഭിൻരാജിനെ മന്ത്രി അഭിനന്ദിച്ചു. 2 മാസങ്ങൾക്ക് മുൻപ് അഭിൻരാജിന്റെ കലാപ്രകടനം കണ്ട മന്ത്രി അദ്ദേഹത്തിന് അഭിനന്ദന കത്തും പാരിതോഷികവും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മുതുകാടിനൊപ്പം 12 വർഷമായി മാജിക് പരിശീലനം നടത്തുന്ന അഭിൻരാജ് ഇപ്പോൾ മാജിക് അക്കാദമിയിൽ അധ്യാപകനാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാം സ്ട്രിങ്ങിനുള്ളിൽ റിങ് കിടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, റിങ്ങിനുള്ളിൽ സ്ട്രിങ് കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിന് 2 സ്ട്രിങ്ങിന് നമുക്കറിയാം 2 എൻഡ്സ് ഉണ്ട് അല്ലേ. 2 എൻഡ്സ് ഇവിടെ എടുത്തു, ഇവിടെ വെച്ച് പിടിച്ചു. അപ്പോൾ 2 എൻഡ്സ് സാറിൻ്റെ കയ്യിൽ വളരെ സ്ട്രോങ് ആയിട്ട് കയ്യിലുണ്ട്. ഇവിടെ റിങ് ഉണ്ട്, റിങ് മിഡിലായിട്ട് സ്ട്രിങ്ങിന് മിഡിലായിട്ട് റിങ് ഉണ്ട്. ഞാനിവിടെ വെച്ചു. നമുക്കറിയാം അടിമാലിയിൽ ഹർത്താൽ ദിനത്തിനുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ വിദ്യാർത്ഥി മരണമടഞ്ഞു. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആഷിഖാണ് മരണമടഞ്ഞത്. 18 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം. ബൈക്കിലൊപ്പം ഉണ്ടായിരുന്ന സാജു എന്ന വിദ്യാർത്ഥി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമല ആൻസി തങ്കച്ചനെ തൊടുപുഴ ഡിവൈൻ നഗർ ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ അഭിനന്ദിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉപഹാരം നൽകി. ഒളമറ്റത്ത് താമസിക്കുന്ന അമല തങ്കച്ചൻ +2 ആകെയുള്ള 1200 മാർക്കിൽ 1198 മാർക്ക് കരസ്ഥമാക്കുകയുണ്ടായി. അമല പഠിച്ചത് മുതലക്കോടം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ അമലയുടെ ഒപ്പം വേറൊരു കുട്ടിക്ക് കൂടി ഈ മുഴുവൻ വിഷയത്തിനും A+ കിട്ടിയിട്ടുണ്ട്. AM ജോൺസൺ, TS സത്യൻ, ജോൺസൺ വെള്ളാപ്പുഴ, സിസിലി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതലക്കുളം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അമല 99.8% മാർക്കാണ് നേടിയത്. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ട നിർമ്മാണ പരിശീലനം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തം വീട്ടുവളപ്പിൽ അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ നട്ടുവളർത്തി അത് ഉപയോഗിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ കുറേ നാളുകളായി ആളുകളിൽ ഇതുപോലുള്ള സെമിനാറുകളും മറ്റുമൊക്കെ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രാവർത്തിയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികം സൂചിപ്പിക്കുകയുണ്ടായി. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയാൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MP ജയരാജ്,
കെ പങ്കജാക്ഷൻ നായർ, GS അയ്യർ, N ആനന്ദ്, ഷൈജോ ജോസഫ്, കൃഷി ഫീൽഡ് ഓഫീസർ ജീസ് ലൂക്കോസ്, രാജീവ് പാടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ടൗൺ ഹാളിന് സമീപമുള്ള പോസ്റ്റൽ ബോക്സ് തകർന്ന നിലയിൽ. ഇതുമൂലം തപാലുരുപ്പടികൾ നശിക്കുന്ന സ്ഥിതിയാണ്. പോസ്റ്റ് ബോക്സിന്റെ തകരാർ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് DCC മെമ്പർ മനോജ് കോക്കാട്ട് ആവശ്യപ്പെട്ടു. തൊടുപുഴയിലെ ടൗൺ ഹാളിൻ്റെ മുൻവശത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റ് ബോക്സ് ഒരു 8 മാസക്കാലമായിട്ട് ദ്വാരം മൂലം വെള്ളമിറങ്ങി അതിലിടുന്ന ലെറ്ററുകൾ നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോസ്റ്റൽ സൂപ്രണ്ടിനടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു രീതിയിലും ഇത് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനോ മാറ്റിവെക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ഇത് വലിയൊരു ബസ് സ്റ്റോപ്പ് എന്നുള്ള നിലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രി MK മുനീർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് കേരളത്തിലൊട്ടാകെ നടക്കുക ശുചിത്വ കേരളം, അതാണ് നമ്മുടെ സ്വപ്നം. നമ്മൾ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നമുക്ക് സാമൂഹ്യ ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനം, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഇടുക്കി ജില്ലാ ഹർത്താൽ പൂർണ്ണം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ നേതൃത്വം നൽകുന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. കോതമംഗലം രൂപത ഏഞ്ചൽസ് മീറ്റ് കോതമംഗലത്ത് നടന്നു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ സന്ദേശം നൽകി. പന്നൂർ നവജ്യോതി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ മത്തച്ചൻപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. അടിമാലിയിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരണമടഞ്ഞു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.